കേരളീയരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനുമാണ് കേരള NRI കമ്മീഷന്റെ രൂപീകരണം നടന്നത്. ഇവിടെ ആദരണീയനായ ജസ്റ്റിസ് പ്രസ്താവിച്ചതുപോലെ കുറെ നാളായി സ്വന്തമായി ഒരു ഓഫീസ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. കമ്മീഷന് പുതിയ ഓഫീസ് പ്രവർത്തന സജ്ജമാവുകയാണ്. സംസ്ഥാനത്തിന്റെ കാര്യങ്ങളിൽ നമ്മുടെ പ്രവാസി സമൂഹം എപ്പോഴും ക്രിയാത്മകമായ നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. സംസ്ഥാന വിഷയങ്ങളിൽ അങ്ങേയറ്റം താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ. സംസ്ഥാനത്തിന്റെ വികസന മുന്നേറ്റത്തിൽ പ്രവാസികളെ കൂടി പങ്കാളികളാക്കുക എന്ന നിലപാടാണ് കേരള സർക്കാർ സ്വീകരിച്ചു വരുന്നത്. 2016 ശേഷം ഇക്കാര്യത്തിൽ പ്രവാസികൾക്കെല്ലാം തക്ക രീതിയിലുള്ള പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. പ്രവാസികളുടെ നിക്ഷേപം കേരളത്തിലേക്ക് വലിയ തോതിൽ സാധാരണ നിലയിൽ തന്നെ ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം പ്രവാസികളുടെ കുടുംബാംഗങ്ങൾക്ക് സാമൂഹ്യ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ തൊഴിൽ സംബന്ധമായ അവരുടെ പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. അത് ഏറ്റെടുക്കുക എന്നതും പ്രധാനമാണ്. NRI കമ്മീഷൻ ഇത്തരം കാര്യങ്ങളിലെല്ലാം നല്ല ശ്രദ്ധയാണ് വഹിച്ചു പോരുന്നത്. NRI കമ്മീഷന്റെ പുതിയ ഓഫീസ് നിർമ്മാണം കേവലമായ ഒരു ഓഫീസ് മാത്രമല്ല, നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒന്നാണ് എന്തുകൊണ്ട് തന്നെയാണ് ഈ കാര്യം ഗൗരവപൂർവം ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറായി. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടാനും കാര്യക്ഷമമാകാനും ഈ സൗകര്യം വലിയ തോതിൽ സഹായിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവാസി സമൂഹവും സംസ്ഥാന സർക്കാരും തമ്മിൽ ഇഴപിരിയാത്ത ആത്മബന്ധം നിലനിർത്തുന്നുവെന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായ കാര്യങ്ങൾ പ്രവാസി സഹോദരങ്ങളുടെ പങ്കാളിത്തം എങ്ങനെ ഉറപ്പുവരുത്താം, കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ പ്രവാസി സഹോദരങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള അവസരം എങ്ങനെ ഒരുക്കാം, ഇതിൻ്റെ എല്ലാം ഭാഗമായാണ്, ഈ ആലോചനകളുടെ ഭാഗമായാണ് നമ്മുടെ ലോ കേരള സഭ രൂപീകരണമായത്. അത് സംസ്ഥാനത്തിന് പുറത്തുള്ള
പലരും ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടൊരു കാര്യമാണ്. പ്രവാസികൾക്ക് സംസ്ഥാന കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള ഒരു ഔദ്യോഗിക സംവിധാനം വരുന്നു എന്നത് പ്രത്യേക താല്പര്യത്തോടെയാണ് കേരളത്തിന് പുറത്തുള്ള എല്ലാവരും കണ്ടത്. കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം സ്വീകരിച്ച നടപടി വലിയ തോതിൽ മറ്റ് സംസ്ഥാനങ്ങളും രാജ്യത്തിന് പുറത്തുമൊക്കെ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യമാണ്. ഇതിന്റെ ഭാഗമായി ഒട്ടേറെ പ്രതിഭകളുടെ, വിദഗ്ധരുടെ, പണ്ഡിതരുടെ എല്ലാം സഹായം കേരളത്തിന് വിവിധ പ്രശ്നങ്ങളിൽ ലഭിക്കുന്നു എന്നതും നന്ദിയോടെ ഓർക്കുകയാണ്. ഇവിടെ വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ, അതില് കോവിഡ് മഹാമാരിയുടെ ഘട്ടം, ആ ഘട്ടത്തിൽ പ്രവാസികൾ നാട്ടിലെത്തുക എന്നത് പൊതുവെ ആഗ്രഹിച്ചൊരു കാര്യമാണ്. പക്ഷേ സംവിധാനങ്ങൾക്ക് പരിമിതിയുണ്ടായിരുന്നു. ആ കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ ഇടപെടാൻ കഴിഞ്ഞു എന്നതാണ് സർക്കാരിന്റെ തോന്നൽ. അതുപോലെ നമ്മുടെ ഈ അടുത്ത കാലം ഉക്രൈനിൽ കുടുങ്ങിപ്പോയ മലയാളികൾ നാട്ടിലെത്തിക്കാൻ നടത്തിയ ഇടപെടലുകൾ, അതിന്റെ ഭാഗമായി സ്വീകരിച്ച നടപടികൾ ഉക്രൈനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരു സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന തോന്നലിനാണ് ഇടയാക്കിയത്. ഇവിടെ മലയാളികൾ ഏത് രാജ്യത്ത് ചെന്നാലും മലയാളം, അതിന്റെ ഭാഗമായുള്ള സംസ്കാരം, അതിന്റെ ഭാഗമായുള്ള മറ്റു പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും മറ്റുള്ളവർക്കും മാതൃഭാഷ പഠിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ നേരത്തെ ഇല്ലാത്തത് വലിയ പ്രയാസമുണ്ടാക്കി. നമ്മുടെ മലയാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളാണ് ചിലത്തിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിച്ചിരുന്നു. എന്നാൽ മലയാള മിഷൻ രൂപീകൃതമായതോടെ ആ കാര്യത്തിൽ നല്ല തോതിലുള്ള ഇടപെടൽ നടത്താൻ കഴിയും. ഓരോ രാജ്യത്തുമുള്ള മലയാളികളുമായി, അവരുടെ സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മാതൃഭാഷാ പഠനത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുക. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികൾ പലരും വിദേശത്ത് പഠിക്കാൻ പോകുന്നു. അക്കാര്യത്തിൽ 4 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരീക്ഷയോടുകൂടി ID കാർഡ് ലഭ്യമാക്കാൻ നമ്മുടെ സംസ്ഥാനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. നോർക്ക റൂട്ട്സിന്റെ റിക്രൂട്ട്മെന്റ് പ്രോജക്റ്റ് ഏർപ്പെടുത്തി നാം മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം സാന്ത്വനം പദ്ധതി, നമ്മുടെ
പ്രവാസികൾക്കും രോഗം ബാധിച്ചാൽ ആ രോഗബാധിതരായ പ്രവാസികൾക്കും അതോടൊപ്പം അവരുടെ കുടുംബങ്ങൾക്കും ആശ്വാസം നൽകുന്നതിനാണ് സാന്ത്വനം പദ്ധതി ഉപകരിക്കുന്നത്. ഇതോടൊപ്പം ലക്ഷക്കണക്കിന് ആളുകൾ വിദേശത്ത് ജോലിയെടുക്കുമ്പോൾ ചിലര് വഞ്ചിക്കപ്പെടുന്നു, ചിലര് നിയമകുരുക്കുകളിൽ അകപ്പെടുന്നുണ്ട്. അത്തരം ആളുകളെ സഹായിക്കുന്നതിനാണ് നിയമസഹായ സെല്ല് നാം ഏർപ്പെടുത്തി. പ്രവാസികൾക്കായി സംരംഭകത്വ പദ്ധതികൾ ഒരുക്കുന്നതിനും സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മടങ്ങിവരുന്ന പ്രവാസികൾക്കായിട്ടാണ് NDPRE യാഥാർത്ഥ്യമാക്കിയത്. അതോടൊപ്പം തന്നെ NRI ഇൻവെസ്റ്റ്മെന്റ് കമ്പനി നിലവിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ പ്രവാസി ക്ഷേമത്തെക്കുറിച്ച് പറയുക മാത്രമല്ല, വിവിധ നടപടികൾ ഈ പറഞ്ഞതെല്ലാം സമീപകാലത്ത് സ്വീകരിച്ചവയാണ്. അതിലേക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസികൾക്ക് തന്നെ നേരത്തെ ഉണ്ടായിരുന്നൊരു പരാതി, പ്രവാസി മലയാളികളുടെ പണം നാട്ടിലെത്തുക എന്നതിൽ മാത്രമാണ് നാട്ടിന് താല്പര്യം. എന്നാൽ തങ്ങളുടെ മറ്റ് സേവനങ്ങളൊന്നും വിലമതിക്കപ്പെടുന്നില്ല എന്നൊരു പരാതി പ്രവാസി സഹോദരങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായി മാറ്റിയെടുക്കാനായി എന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ച വിവിധ നടപടികളുടെ പ്രത്യേകത. നേരത്തെ പറഞ്ഞതുപോലെ കേരള സഭ ആ കാര്യത്തിൽ നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള പ്രവാസി പ്രതിഭയെയും അവരുടെ സാങ്കേതിക ജ്ഞാനത്തെയും കേരളത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് കേരള സഭയുടെ തുടർച്ചയായി നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവാസ ജീവിതത്തിന്റെ ആദാന പ്രധാന പ്രക്രിയകളെ സമഗ്രതയിൽ ഉൾക്കൊള്ളുന്ന ഒരു സമീപനമാണ് സംസ്ഥാനം ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇവിടെ വ്യവസായ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവാസി സഹോദരങ്ങൾക്ക് പലപ്പോഴും പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നം ശാശ്വതമായി തന്നെ പരിഹരിക്കാനാണ് സർക്കാർ തയ്യാറായിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ നമ്മുടെ സംസ്ഥാനത്തെ 7 ബില്ലുകൾ 10 ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് തന്നെ സമഗ്രമായ തോതിൽ ആ കാര്യം നടപ്പിലാക്കാൻ ഫലപ്രദമായ നടപടിയാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇവിടെ ഇന്ന് പഴയ നിലയല്ല. ഒരു വ്യവസായം ആരംഭിക്കുന്നതിന്
ആരംഭിക്കാൻ ഉദ്ദേശിച്ചത് മനമെടുത്ത് നാട് വിട്ടുപോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. ആ കാര്യത്തിലെല്ലാം വലിയ തോതിലുള്ള മാറ്റമാണ് വന്നിട്ടത്. വ്യവസായ നിക്ഷേപകരുടെ മുന്നിലുണ്ടായിരുന്ന തടസ്സങ്ങൾ വലിയ തോതിൽ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിരിക്കും. അതിനായി ഇൻവെസ്റ്റ് കേരള പോർട്ടൽ 10 കോടി രൂപയുടെ വരെ പദ്ധതികൾക്ക് തടസ്സമില്ലാതെ അംഗീകാരം നൽകും. ഏകജാലക ക്ലിയറൻസ് സംവിധാനം ഇത്തരത്തിൽ പ്രവാസികളുടെ കടന്നുവരവിന് സഹായകരമായ ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലൈസൻസ്, മറ്റ് സാങ്കേതിക അനുമതികൾ ഇതൊന്നുമില്ലാതെ തന്നെ വ്യവസായം തുടങ്ങാനുള്ള സൗകര്യവും നാം ഒരുക്കിയിരിക്കുക. 50 കോടി വരെ നിക്ഷേപമുള്ള സംരംഭങ്ങൾക്ക് വളരെ വേഗത്തിൽ ആ വ്യവസായം ആരംഭിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ബാക്കി അനുമതികളും മറ്റും തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം എടുത്താൽ മതി എന്ന നിലപാടും വന്നിരിക്കുക. ഇപ്പോൾ പ്രവാസികൾക്ക് ഉള്ള തൊഴിൽ സാധ്യതകൾ അത് കുറയുന്നുവെന്ന ചില പഠന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പൊ നാം ആ സാധ്യത കുറഞ്ഞാലും ഇല്ലെങ്കിലും പുതിയ സാധ്യതകൾ കണ്ടെത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത്. അപ്പൊ അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ സംസ്ഥാനം എന്ന നിലക്ക് നമുക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ കോവിഡ് ഘട്ടം വന്നപ്പോ ജോലിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തൊഴിൽ മേഖല തന്നെ ഉടച്ചു വാർക്കുന്ന നിലയാണ് കോവിഡിന്റെ ഭാഗമായിട്ടായത്. ഇപ്പോ കോവിഡിന് മുൻപുള്ള ലോകമല്ല, ലോകത്താകെ പുതിയ ഒരുപാട് ശ്രമങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. പരമ്പരാഗത കുടിയേറ്റ മേഖലകളിൽ തന്നെ ചില സാധ്യതകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ നൈപുണ്യ വികസനം ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതിനുതകുന്ന മാറ്റം കാഴ്ചപ്പാടുകളിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല തൊഴിൽ സാധ്യതയുള്ള പുതുതലമുറ കോഴ്സുകൾ, ആ കോഴ്സുകളിൽ യുവതക്ക് പരിശീലനം നൽകുന്നു. ഇതെല്ലാം പ്രധാനമാണ് എന്നാണ് കാണുന്നത്. ഇപ്പോ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പോലുള്ള പല ലോകവേദികളിൽ കേരളത്തിന്റെ മാതൃക ചർച്ച ചെയ്യപ്പെടുന്ന നില വന്നിട്ടുണ്ട്. കോവിഡ് കാലത്ത് കേരള സർക്കാരിന്റെ സേവനങ്ങൾ അത് ആകെ എടുത്തു പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ എല്ലാ കാര്യത്തിലും ഫലപ്രദമായി ഇടപെടുന്നതിന് നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിരുന്നു. അതേപോലെ തന്നെ മടങ്ങി വരുന്ന പ്രവാസികളെ അവർക്ക് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ അതിനാവശ്യമായൊരു പദ്ധതി നാം രൂപം നൽകിയിട്ടുണ്ടായി. ആ കാര്യത്തിലും നല്ല ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വസ്തുത.
ഇതിൻ്റെ എല്ലാം മറ്റ് വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ കടക്കുന്നില്ല. നമ്മുടെ നാടിൻ്റെ പൊതുവികസനത്തിന് ഇതേവരെ പിന്തുണയും സഹകരണവും നൽകിയ പ്രവാസി സഹോദരങ്ങളിൽ നിന്ന് ഇനി അങ്ങോട്ടും ഫലപ്രദമായ പിന്തുണയും സഹായവും ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ NRI കമ്മീഷന് ഈ പുതിയ ഓഫീസ് കെട്ടിടം ഒരു പുത്തൻ ഊർജം നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ ഈ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.